മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ആടിന്റെ തലയെറുത്തുള്ള ആഹ്ലാദ പ്രകടനമൊക്കെ അല്ലേ, മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന ഒരു ജീവൻ എടുത്തുകൊണ്ടുള്ള അല്ലേ, ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. പ്രബുദ്ധമായ കേരളത്തിലാണ് നടക്കുന്നത്. തവനൂരിൽ ആടിന്റെ തലയെറുത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകരെ ലീഗ് നേതൃത്വം ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തലയെടുക്കാൻ ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാമെന്ന് KT ജലീലും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശിവദാസ് കർമ്മത്തിലേക്ക് പോകാം അല്ലേ. ശിവദാസ്, ഗുഡ് മോർണിംഗ്. ശിവദാസ്, നല്ല മഴയാണെന്ന് തോന്നുന്നു. അതെ, നല്ല മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മൂടിപ്പൊതച്ച് കിടക്കേണ്ട സമയത്താണ് പാവം കുടയും പിടിച്ച് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ശിവദാസ്, ലീഗ് പ്രവർത്തകരെ ലീഗ് നേതൃത്വം ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്ലേ. വലിയൊരു സന്ദേശമല്ലേ ഇത് നൽകുന്നത് അല്ലേ. നിങ്ങൾ എന്ത് വൃത്തികേടും കാണിച്ചോ, ഞങ്ങളുണ്ട് എന്നാണ് ലീഗ് ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുന്നത്. 22 MLA-മാരാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്യുമോ എന്നുള്ളതാണ്. ഇത്രയും കോൺഫിഡൻസ് അണികൾക്ക് കൊടുക്കണമെങ്കിൽ ലീഗിന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ട് എല്ലാത്തിനെക്കുറിച്ചും. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും അതുതന്നെയാണ്. മുസ്ലിം ലീഗ് കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. അതായത് അണികൾ എന്തു ചെയ്താലും ചേർത്ത് പിടിക്കും എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. പ്രത്യേകിച്ച് 22 MLA-മാരുടെ ഒരു കരുത്ത് മുസ്ലിം ലീഗിനുണ്ട്. ഭരണം UDF-ന് ലഭിച്ചിരിക്കുന്നു. ആ ഭരണത്തിൻ്റെ തണലിൽ ഇനി എന്തും ചെയ്യാം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചന തന്നെയാണ് മലപ്പുറം തവനൂരിലെ ഈ സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. കാരണം നമുക്കറിയാം, സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് തവനൂരിൽ നടന്നത്. അതായത് ഒരു മിണ്ടാപ്രാണിയെ വലിച്ചു കെട്ടി നടന്ന് അതിൻ്റെ തലയറുത്ത് ഒരു വടിയിൽ കെട്ടി തൂക്കി ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു. ഇത് വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം തന്നെയായിരുന്നു. താലിബാൻ സ്റ്റൈലിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം മലപ്പുറം തവനൂരിൽ KT ജലീൽ പരാജയപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം ലീഗ് പ്രവർത്തകർ അവിടെ നടത്തിയത്. ഇതിനെ കൃത്യമായി തന്നെ ലീഗ് നേതൃത്വം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇതുവരെ ലീഗ് നേതൃത്വം ഈ ഒരു സംഭവത്തെ തള്ളി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ സംഭവത്തിൽ 2 പേർക്കെതിരെ തിരൂർ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. പെരിന്തല്ലൂർ സ്വദേശികളായ റാഫി, ഷുഹൈബ് എന്നിവർക്കെതിരെയാണ് നിലവിൽ തിരൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നിട്ടും ലീഗ് നേതൃത്വം ഒരക്ഷരം പോലും ഇതിനെതിരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ലീഗ് പ്രവർത്തകരിൽ നിന്ന് പോലും ഇതിനെതിരെ കൃത്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നിട്ടും കൃത്യമായി ഒരു വാക്കും ഇതിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൃത്യമായ ഒരു സൂചന തന്നെയാണ്. ഇനി ഏത് തരത്തിലായിരിക്കും മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്, കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ് ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിനെതിരെ KT ജലീലും രംഗത്ത് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത്. ഏത് ആളുകൾക്കും തലയെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാം, ധൈര്യമുണ്ടെങ്കിൽ തലയെടുക്കാൻ ഇങ്ങോട്ട് വന്നോളൂ. ഇനിയും ഇതുപോലുള്ള രീതികൾ, തൻ്റെ രീതികൾ താൻ അതേ ശൈലിയിൽ തന്നെ തുടർന്നു പോകും എന്ന് KT ജലീലും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ മോശമായ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് തവനൂരിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ കൃത്യമായി തന്നെ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള പല കാര്യങ്ങളും അവർ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് രഹസ്യമായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും വൃത്തികെട്ട രീതിയിലാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതുപോലും നമുക്ക് അതിശയം തോന്നുമെന്നുള്ളത്. സൗദി അറേബ്യ അടക്കം നവീകരണത്തിന്റെ പാതയിലാണ്. ഇവിടെ പ്രാകൃതമായ രീതിയിലേക്കുള്ള എന്തായാലും KT ജലീലിന് മനസ്സിലായി. കാരണം ഇത് പ്രതീകാത്മകമാണ്. ലീഗുകാർ തന്റെ തലയാണ് അറുത്തത്. കാരണം മറുപടി കൊടുത്തതാണ്. ആടിനെ ആദ്യം നടത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ജലീലിന്റെ ചിത്രം കഴുത്തിൽ കെട്ടിത്തൂക്കിയാണ് വന്നത്. അതിനുശേഷമാണ് ഈ ആടിന്റെ തല അവർ അറുക്കുന്നതും മറ്റും. അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഭരണം കൈയാളാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഭയാനകമാണ് സാഹചര്യം എന്നുള്ളത് കൂടി. പൊളിറ്റിക്കൽ ഇസ്ലാം ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. വളരെ സജീവമായിട്ട് ചർച്ചയാണ്. മറ്റൊരു ചാനലും അത് പറയുകയില്ല. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആ ഒരു ഭീഷണി ഇങ്ങനെ ഡെമോക്രസിൻ്റെ സോഡായിട്ട്, വാളായിട്ട് ഇങ്ങനെ നമ്മുടെ തലയിൽ, മലയാളികളുടെ തലയിൽ തൂങ്ങി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.